സഭയിലടക്കം നമ്മുടെ മൈൻഡ് രാത്രി ഇറങ്ങി നട്ടാപ്പോയ കഷ്ടപ്പെട്ട് കെട്ടിലെ കൊല്ല തന്നാൽ അവൻ നമ്മളെ കൊല്ലും. ചിക്കനെ കണ്ടുപിടിച്ച് കൊല്ലണം നമുക്ക്. ഈ പൂണ്ടല്ല നമുക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഭംഗിയായിട്ട് വെക്കാനായിട്ട്. നീല ആ ചിക്കനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഞാപ്പി ചെയ്യാം. ചിക്കൻ ഫാം അത് ഇത് ഞാൻ സ്പോൺ ചെയ്തതല്ല. വിശ്വസിച്ചാൽ മതി. ഓലടാ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അയ്യോ ഹങ്കർ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. അതെ അയം കിട്ടാനൊരു വഴിയുണ്ട്. ഈ അയങ്കോളത്തിനൊക്കെ ഒന്നാലും മതി. പക്ഷെ നമ്മുടെ വില്ലേജിന്റെ രക്ഷയ്ക്കല്ലേ പറ്റത്ത മൈൻഡ് ഷാഫ്റ്റടിയില് എനിക്ക് മൈൻഡ് ഷാഫ്റ്റ് കിട്ടി. നല്ല കുളിച്ചിട്ടത് അവിടെ കഴിഞ്ഞാർക്കും ഞാൻ മൈൻഡ് ഷാഫ്റ്റ് ആയണൊക്കെ ഉണ്ടല്ലോ അവിടെ. മൈൻഡ് ഷാഫ്റ്റ് കിട്ടി നമുക്ക്. ബ്ലോക്കില്ലല്ലോ. ഞാൻ എന്ത് ഇപ്പോൾ ഈ ബ്ലോക്ക് മൈൻഡ് ചെയ്യട്ടെ. മൈൻഡ് ചെയ്യാനായിട്ട് പിക്കാക്കില്ല. അതിൻ്റെയാണ് എനിക്കുണ്ടോ മൈൻഡ് ഷാഫ്റ്റ് അടിപൊളിയാണല്ലോ. എത്ര എത്ര കിട്ടി? 9 കിട്ടി. ഇത് മതിയാവൂട്ടാ. അയങ്കോളത്തിനെ കൊല്ല അതേ നടക്കുള്ളൂ. ഇനി ഒരയൺ പിക്കാക്സ് ഉണ്ടാക്കണോ ബക്കറ്റ് ഉണ്ടാക്കണോ? ബക്കറ്റ് ഉണ്ടാക്കിയാൽ മതിയില്ലേ? അതെ സ്ട്രിങ് കിട്ടി. സൂപ്പർ. 2700 IQ പ്ലേ. ഇപ്പൊ കാണിച്ചരാ. 3 ബ്ലോക്കാണ് നിൽക്കുന്നത്. ചാടാ അയങ്കോലിൻ്റെ കൊല്ലണ്ടായിരുന്നു. എന്നാലും നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവനെ കൊല്ലുന്നതാണ് നല്ലത്. നമുക്ക് വേണ്ട. ഇവിടെ ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് ഉണ്ടോ? വില്ലേജ് മൊത്തം ലൂട്ട് ചെയ്തില്ലെങ്കിൽ നോക്കിക്കോ. എൻ്റെ പേര് സെറ്റാക്കാം. ഇവിടെ ഉണ്ട്. എന്ത് ലക്ക് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒന്നും പ്രശ്നമുണ്ട്. കോഴി
നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കൊരു ഇനി സ്റ്റോൺ മൈൻ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. വെറുതെ ഇരിക്കണം. നമ്മുടെ വീടിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ചുറ്റും മരങ്ങൾ വെച്ച് നാച്ചുറലാക്കി, നാച്ചുറൽ വെരിഫിക്കേഷൻ ആക്കി, പവറാക്കി. ഇവിടെ ഒരു മരം വളരാനുണ്ട്, പിന്നെ വെള്ളം വളരാനുണ്ട്. ഇതേ കോഴി. നമുക്കിപ്പോൾ തന്നെ കുറച്ച് നേരം ക്ലാസ് ചെയ്യാം. ഫ്ലിൻറ്റ് ഒപ്പിച്ചിട്ടില്ല. ഫ്ലിൻറ്റ് ഒപ്പിച്ച് അവിടെ കൂടെ ഫ്ലിൻറ്റ് ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത്. അവിടെ നിന്ന് കുറച്ച് ഫ്ലിൻറ്റ് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒപ്പിക്കണം. എന്തെങ്കിലും വേറെ സാധനം ഒപ്പിക്കണം. നമുക്ക് റെസ്റ്റ് എടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. എന്താ സുഖം അല്ലേ? പണിയുണ്ട്. ബേസിലോട്ട് പോവാ. ഇടക്ക് എയറോസ് അല്ലേ? അതെ, എയറോസ്. കുറച്ച് എയറോസ് ക്രാഫ്റ്റ് ചെയ്യുക. ബക്കറ്റ് ഉണ്ടാക്കണം, പിക്കാക്സ് ഉണ്ടാക്കണോ? അഞ്ചായിട്ടുണ്ട്. അപ്പോൾ പിക്കാക്സിന് എത്രയും വേണം? 3 അയൺ. ബക്കറ്റിന് എത്രയും വേണം? ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യണോ? അപ്പോൾ 1 അയൺ കൂടി വേണ്ടി വരും ബക്കറ്റിന് പിക്കാക്സ് ഉണ്ടാക്കാനായിട്ട്. ബക്കറ്റ് ഉണ്ടാക്കിയാൽ എത്ര പോകാൻ പറ്റും? ഇപ്പോൾ കണ്ണും പൂട്ടൊരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യുക. വാല്യൂ വെട്ടി തന്നെ നോക്കാം. 2 അയൺ കൂടി ഉണ്ട്. 2 അയൺ ചേർന്ന് ഉണ്ടാക്കാൻ പറ്റും. 27 പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ എന്താ ഇല്ലാത്തത്? ഈ ഇതുണ്ടാക്കാനായിട്ട്, എയറോസ് ഉണ്ടാക്കാനായിട്ട് ഫ്ലിൻറ്റ് ഇല്ല. ഫെതറുണ്ട്, സ്റ്റിക്ക് ഉണ്ട്, ഫ്ലിൻറ്റ് ഇല്ല. ഫ്ലിൻറ്റ് എടുത്തിട്ട് നല്ല കുറച്ചും എടുത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓഫറിൽ നമുക്ക് 5 ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ മരം എന്താണോ വളരാത്തത്? നമുക്ക് നോക്കാം. നോക്കേണ്ടി വരും. മരം വളരുന്നില്ല. ഞാൻ എന്തോരുന്നില്ല ഗെയിം ബാക്ക്ഗ്രൗണ്ടിൽ ഓണാക്കിയിട്ടേക്കണ്. ഗെയിമിനെ ഓഫ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഗെയിം ഓണായിരിക്കുന്നുണ്ട്. സെറ്റാക്കണം. ഇനി എന്താണ്? ഫ്ലിൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? സ്റ്റിക്കില്ല, ഫെതറില്ല. 47 ഏരോസ് കിട്ടിയിട്ടുണ്ട്. അത് മതി. അത് ധാരാളം. നമുക്ക് ധാരാളമാണ്. നമുക്ക് മൊത്തം കുക്കാവട്ടെ. കുക്കാവണം. 35 സ്റ്റിക്ക് ഉണ്ട്. സ്റ്റീക്കല്ല, ബീഫ് സ്റ്റീക്ക്. മറ്റേതല്ലേ പിന്നെ കൊല്ലുമ്പോ അല്ല, ഇത് പോർക്ക് ഷോപ്പാണ്. 10 ചിക്കൻ കിട്ടിയ. രാത്രി ആവണേക്കാൾ മുമ്പ് വീടിന്റെ മുമ്പിൽ മറ്റേ പൂവില്ലേ, ഫ്ലവേഴ്സ്, അത് നമുക്ക് അടിക്കുക. ഇത് സീഡ് എന്തിനാണെന്നറിയോ? നമ്മുടെ മീനുകുട്ടി അതിനെ കൊണ്ടുവരാൻ വേണ്ടിയ സീഡ്. ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം. പക്ഷെ നമ്മൾ സാധനം തീർന്നു പോയി. ഇപ്പോൾ നോക്കണം നിങ്ങൾ, ഒരു ഹൈറ്റ് സെറ്റപ്പ് നമ്മുടെ ഉണ്ട് ഉണ്ടോ? മെഗാ ബോ. നമ്മുടെ സാധനങ്ങളുടെ ഡ്യൂറബിലിറ്റി തീരാറായി. അതുകൊണ്ട് നമുക്ക് പുതിയ വെപ്പൺസ് ഉണ്ടാക്കാം. ഓൾഡ് വെപ്പൺസ് എടുത്തു നോക്കാം. നാച്ചുറൽ വെട്ടിയതല്ലേ? നാച്ചുറൽ വെട്ടി തന്നെ. സീഡ് ഇത് സ്പോർട്സ് ഷോപ്പ് ആയിട്ടുണ്ട്. പിന്നെ വാല്യൂൾ വെട്ടിക്ക് തുമ്പച്ചേക്കാം. ഇത് നമ്മൾ കുറേ കഷ്ടപ്പെടുത്തുന്ന സാധനമാണ്. അത് നമ്മൾ ഇതിനുള്ളിൽ തന്നെ എടുത്ത് വെക്കണത്. പിന്നെ ഈ സാധനം
ലെക്ടേൺ അത് തന്നെ അവസാനം നമ്മുടെ ബുക്ക് കൊടുത്തോക്കാം. ഈ സാപ്ലിങ് നാളെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത്ര സാധനം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നും വെക്കാനില്ലല്ലോ അല്ലേ? ഇത് ബുക്കായാ? ആ ബുക്കായിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ഇതിനുള്ളിൽ വെക്കാം. ആ ബുക്കായി ഒറ്റേ ഇത്രയും സെറ്റായി. നമുക്ക് ഇതിൻ്റെ എടുത്ത് വെക്കാം. നാളെ നമുക്ക് ഈ സാപ്ലിങ് കൂടി നട്ടു വെക്കാം. നമ്മുടെ വീട് മൊത്തം നാച്ചുറലാക്കിയിട്ട് പ്യുവർ വെജിറ്റേഷൻ ആക്കി ഒരു പൊല്യൂഷൻ ഇല്ലാണ്ട് മൊത്തം സെറ്റാക്കി വെക്കാം. നമുക്ക് ഫിലിൻഡൻസ് മറ്റേ ഇതില്ലേ ക്യാമ്പ് ഫയർ വെച്ചിട്ട് ഈ ഫാറാസിനേക്കാൾ സ്പീഡിൽ ഓട്ടോ കുക്കർ ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 ക്യാമ്പ് ഫയർ വേണ്ടി വരും നമുക്ക് മൊത്തം സെറ്റാക്കണം. ഞങ്ങൾ എടുത്ത് വെക്കണം. അതിനൊക്കെ നല്ല ഈ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ട് വെക്കണതാണ്. ക്യാമ്പ് ഫയർ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരില്ല. പക്ഷേ ഈ ബോ നമ്മുടെ കയ്യിലിരുന്നോട്ടെ. അത് നമുക്ക് പുതിയ വെപ്പൺസ് ഉണ്ടാക്കാം. പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാം. പുതിയ ആർമർ ഐറ്റംസ്. നമുക്ക് ആ ഷീൽഡ് ഇല്ലേ അത് ഉണ്ടാക്കണം കേട്ടോ. തിയറട്ടിക്കലി ഷീൽഡ്, ഒരു സോഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു ഷവല്, ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ ഇത് ഇടുന്നോട്ടെ. കോർട്ട് സ്റ്റാക്ക്, ഒരു സ്റ്റാക്ക് വാല്യൂബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാക്ക് വാല്യൂബിൾ ഐറ്റംസ്. വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ നിങ്ങൾ പോയിട്ട് നാളെ വാ. കേട്ടില്ല? നിങ്ങൾ പോയിട്ട് നാളെ വാ. പോവാനായിട്ടില്ല. ടാറ്റ ബൈ ബൈ പറയണം. കുറച്ച് ബ്ലോക്ക് എടുത്ത് കൈ വെക്കാം. ദൂരെ യാത്ര പോകുമ്പോണ്ടല്ല വില കുഴിയിലും വീണാൽ നമുക്ക് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇരുന്നോട്ടേന്നല്ല, അതിനോട്ടെ. അപ്പൊ നിങ്ങൾ പോയിട്ട് നാളെ വാ. ടാറ്റ ബൈ ബൈ.